ഇവിടെ ഐസ്ക്രീം ഇല്ല, വെറും പച്ചവെള്ളം അല്ല ഒന്നും. അല്ലെങ്കിൽ അച്ചാച്ചനെ കേട്ടോ രാണിയമ്മ കുഞ്ഞിനെ കൊണ്ടിരിക്കും. ഇരുന്നോന്ന് ആഗ്രഹമായിരുന്നു, പക്ഷെ ഇരിക്കണം അവിടെ ഇരിക്കണം. പിന്നെ ഇങ്ങനെ അവിടെ വണ്ടി വരുന്നേ ഉള്ളൂ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും വണ്ടി പുറത്തിറങ്ങുമ്പോൾ ഇല്ലെങ്കിൽ ഞാൻ വിചാരിച്ചത് കേട്ടോ വല്ല ആന വല്ല അവിടെ കാണുന്നു. പോലീസൊക്കെ അവിടെ നിൽക്കുകയല്ലേ. ഇവിടുത്തെ ഫോറസ്റ്റ് അത് തന്നെ. മങ്കീസ് ഇഷ്ടം പോലെ ഉണ്ട്. അത് അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാം. അമ്പലത്തിൻ്റെ അവിടെ എപ്പോഴേ പോയിട്ടോ, ഞാൻ ആദ്യമായിട്ട് പോവും കേട്ടോ. മങ്കീസ് ഉണ്ടോ നോക്കട്ടെ. ഈ വെള്ള ജൂബ ഇടുമ്പോൾ അടിയിൽ ഒരു ബെന്നിനിടണം, എങ്കിലും അതിനൊരു സ്റ്റൈൽ. അത് മേടിച്ച് കൊടുക്കത്തില്ല കേട്ടോ, ചൂടാക്കാവുന്നു. അങ്ങനെ അടിയിലൊരു ഓക്കെ. അപ്പോൾ അവിടെ വിട്ടു തുടങ്ങി. എല്ലാ അച്ഛൻകൂകാരും രസമാണ് പോകുന്നത്. അച്ഛൻകൂടി പോകും. നമ്മളും പറഞ്ഞു വന്ന് കഴിച്ച് പറഞ്ഞതിൻ്റെ ശേഷം അവിടെ പോയിട്ട് അവിടെ നിന്ന് കഞ്ഞി മേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ സമയമില്ല. അങ്ങോട്ട് പോ ഇറങ്ങി പുറമോട്ട് എടുക്കും. എളുപ്പം പോരാ, ആന ഇങ്ങോട്ട് വരും. ആന ഓടി നിൽക്കേ നീ അതിന് കിടന്നപ്പോഴേക്കും ഞാൻ ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. ചുമ്മാ പിടിച്ച കൈയല്ല ഇത്, വലിയ ഫ്രണ്ട് കാണട്ടെ. അണ്ണന്റെ കൈ ആയിരിക്കും അതിനകത്ത്. വരട്ടെ. അപ്പൂപ്പന്റെ അമ്പലം ആയില്ലായിരുന്നു. അപ്പുറത്തേതാ ഞാൻ വിചാരിച്ചത് അമ്പലത്തിന്റെ വാതിലാണ്. പേടിക്കണ്ട, അമ്പലത്തിൽ ഓരോ മെമ്പറാകുമ്പോ ഈ കാട് മൊത്തം മന്ത്രിയാവുമ്പോ നമുക്കിവിടെ ഒതുക്കാം. അതാണ് അങ്ങോട്ട് സ്ഥലം അങ്ങോട്ട് പോട്ട് ഫ്രണ്ടിലോട്ട് അങ്ങ് പോട്ട് പോരെ. എന്താണോ ആന ഇവിടെ നിൽക്കും. ആനയുണ്ട്, പതുക്കെ നോക്കി പോണേ. നമ്മള് പറയുന്നത് അല്ല, വരട്ടല്ല, അവരെ പറഞ്ഞു വിടുന്നതല്ല. ഇല്ല ഇല്ല ഇല്ല, കറക്റ്റായിട്ട് പറയല്ലേ. ഈ സൈഡിൽ ആന ഇരിക്കില്ലേ, അതല്ലേ പറഞ്ഞത്. ബാഗിൻ്റെ അകത്തിട്ടേ, ബാഗിൻ്റെ അകത്തിട്ടേ. അപ്പോൾ ഇന്ന് ബലിയിടാൻ വേണ്ടി വന്നതാണ്. നോക്കിയപ്പോൾ ഇന്നത്തെ ദിവസം വന്ന് 3 ആനയാണ് പറഞ്ഞത്. അവിടെ നോക്കിയപ്പോൾ ഒരു 2 ആന അപ്പുറത്തെ സൈഡിലുണ്ട്, 1 ആന ഇപ്പുറത്തെ സൈഡിലും. കണ്ടപ്പോൾ കുട്ടി ആനയായിരുന്നു. പിന്നെ 2 മുതുകാനകൾ ഞങ്ങളെ കൂടെ കാണണം. ഇല്ലല്ലേ, ഇതിൽ എല്ലാവരും വന്നു. അച്ചാച്ച അപ്പുറത്തെ സൈഡിൽ കൂടെ വന്നു. കർക്കിടകവാവ് ബലിയും റിലേറ്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഉണ്ട് ഇതുവഴി പോന്ന ഫ്രണ്ട് വഴി കയറാം. അല്ല ഫ്രണ്ട് വഴി കയറാം. എടുത്ത് കൈ പിടിച്ച്
ബസ് കിടക്കണം പോന്നി എന്നുള്ള കല്ലേലി കാവിലത്തേക്കുള്ള വണ്ടി. വണ്ടി ചേർത്തോളൂ. ചോദിച്ചോ പുള്ളി വന്നിട്ടുണ്ടോ? എന്തെങ്കിലും എടുക്കണോ? ചോദിക്കണം അവിടെ ചോദിക്കണം. പഴം കൊടുത്തപ്പം ആദ്യം പറഞ്ഞു വേണ്ട, എനിക്ക് വേണ്ട, 6 കഴിച്ചോളൂ. അയാളോട് ഞാൻ ചോദിച്ചു ഇത് ഫ്രീക്ക് വെച്ചേക്കാന്ന ഒരു പഴം.
നൽകും. ഓം പിതാമഹ കുലേച്ഛ. അപ്പോൾ ഞാനും ദിവ്യയിലെല്ലാവരും വന്നിട്ട് ബലിയിട്ടിട്ടൊക്കെ ഇവിടെ നിന്ന് തിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്നത് കല്ലേലിയിലാണ്. അപ്പം അമ്മ മരിച്ച് 3 വർഷം കഴിഞ്ഞ്. അപ്പോൾ 3 വർഷത്തിൻ്റെ ബലിയായിരുന്നു അവിടെ ഇട്ടത്. ആരൊക്കെ ദർശന ഐസ്ക്രീമാണ് എവിടെ? ഉണ്ണിയപ്പം വാങ്ങിച്ചില്ലേ? ഉണ്ണിയപ്പം മേടിച്ചില്ലേ? ഒരു ഉണ്ണിയപ്പം വാങ്ങി. വരെ ബസ് തോന്നി പത്തനംതിട്ട. എപ്പോഴവിടെ ഒരു ബസ്സുണ്ട്. പിന്നെ അപ്പോൾ എല്ലാ വർഷവും അപ്പോൾ ലാസ്റ്റത്തെ 2 വർഷം മുതൽ ഞാൻ വന്ന് ഇവിടെ വന്നാണ് ബലിയിട്ടത്. അപ്പോൾ ബലിയിട്ട് കഴിയുമ്പോൾ തന്നെ ഇവിടെ നിന്ന് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് പോകുന്നതിൻ്റെ ആ ഒരു സന്തോഷം ഭയങ്കര തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഭയങ്കര ജനമാണ് കേട്ടോ. ഇവിടെ ഈ സമയത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാരാണ് വരുന്നത്. പിന്നെ ഇവിടുത്തെ ഉണ്ണിയപ്പം കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. അങ്ങനെ ആനയെ കണ്ടല്ലേ? 3 ആനയെ കണ്ടില്ലേ? അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കാട്ടാന ഉണ്ടായിരുന്നു, ഒരു 3 ആന ഉണ്ടായിരുന്നു. അപ്പോൾ പോലീസൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വരുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അകത്ത് കയറിയാണ് നിന്നത്. അപ്പോൾ എങ്ങനെയാലും ഇപ്പോൾ തിരിച്ചു പോകുമ്പോഴും ആന കാണുമെന്ന് അറിയാൻ പറ്റത്തില്ല. 2 എണ്ണം 6 വഴി നേരെ അപ്പുറത്തെ സൈഡിൽ പോയിട്ടുണ്ട്, അകത്തോട്ട് പോയിട്ടുണ്ട്. ദർശു, നിനക്ക് ആനയെ കാണണ്ടേ? കാണാം. വാ. നിന്നെ ചവിട്ടുന്നില്ല, നീ പേടിക്കേണ്ടതെന്ന് ആവശ്യമില്ല. നിനക്ക് ആനയെ കാണിച്ചു തരാം പപ്പ. അവിടെ നമ്മൾ നിന്നപ്പോൾ ഒരു കുട്ടിയാന ഉണ്ടായിരുന്നു, കുട്ടിയാന. ബലിയെല്ലായിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ തിരിക്കുകയാണ്, കല്ലേലിയിൽ നിന്ന് തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കല്ലേലിയിൽ പൊതുവെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫോട്ടോ വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടി അലോ ചെയ്യത്തില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം വന്ന് അവിടെ അറിയാനുള്ള ആളുള്ളതുകൊണ്ട് എല്ലാവരും ഇന്ന് പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്ന് എല്ലാവരും ഒന്ന് വീഡിയോസും ഇതെല്ലാം എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മളും എടുത്തു. ഇവിടെ 3 പേരും കൂടെ കഥയും പറഞ്ഞ് നടക്കുകയാണ്. 3 പേരും കൂടെ ചേർന്ന് അല്ല 3 പേര് കഥയും പറഞ്ഞുകൊണ്ട് നടക്കുകയാണെന്ന് പറയായിരുന്നു. അപ്പോൾ പിന്നെ പറയാം. തിരിക്കുകയാണ്. ദർശുപോ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ആന ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് ആന ഉണ്ടോ നോക്കാം. ഈ റോഡ് ശാല ഒന്ന് വലുതാക്കിയായിരുന്നെങ്കിൽ ഇങ്ങനെ കേൾക്കണ കാര്യമല്ലേ? അവിടെ ശാല ഹൈറ്റ് കുറവുണ്ട്, അവിടെ നിന്ന് ചെയ്യും. അതിനല്ല, കേറിയില്ലെങ്കിൽ പിന്നെ പാടാം. അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ആനയെ കാണാൻ പറ്റുമോ നോക്കട്ടെ. ഈ സൈഡിലൊക്കെ ഉണ്ട് അക്കരെ കയറി. നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ആന ഇപ്പുറത്തായിരുന്നു. ഇല്ലല്ല, എനിക്ക് തോന്നുന്നു അവിടെ നിർത്തണം എന്ന് തോന്നുന്നു. ഈ അമ്പലം എടുത്തോ, നല്ല അമ്പലമാണ്. ഇവിടെയാണ് ലാസ്റ്റത്തെ ടൈമിൽ വന്ന് ആന എല്ലാം വന്ന് ചവിട്ടി എന്നൊക്കെ ഒന്ന് പറഞ്ഞു കേട്ടോ. കണ്ട ആന ചവിട്ടിയിട്ടുണ്ട്. അതിനറിയാം കൂടുതൽ നിൽക്കത്തില്ല. ഈ പിന്നെ സന്ധ്യക്ക് ഇറങ്ങും. അത് കാര്യം എന്ന് വെച്ചാൽ 3 ആനകളുണ്ട്. അതിൽ ഒരു ആന വന്ന് കുട്ടി ആനയായിരുന്നു. അതാണ് അവിടെ നിന്നത്. ഇങ്ങനെ കാത്തു സൂക്ഷിക്കുക. ഇതിനെ കൊണ്ട് കാട് കയറത്തുള്ളൂ. അത് മാത്രമല്ല, ആന അവിടെ നിന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈ വണ്ടി വരുന്നതിന്റെ സൗണ്ട് ഇല്ലേ, സൗണ്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് അത് അവിടെ തന്നെ നിന്നത്. സൗണ്ട് പോയത് ഇത് നിന്നത് അതൊക്കെ ക്രോസ് ചെയ്ത്. അടുത്ത പോലീസ് തന്നെ പ്രതീക്ഷിച്ചു. നമ്മൾ തൊട്ടടുത്തായി ഇപ്പൊ ആനയുടെ കൈതച്ചൊക്കെ വെച്ചിട്ടുണ്ട്. കമ്പനിക്കാർ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഒരു ആന ഇങ്ങനെ കുറുകെ വന്ന് എന്ത് ചെയ്യും?
പറഞ്ഞിട്ട് ഞാൻ അവിടെ നിർത്തുക അത്രേ ഞാൻ സഡന ബ്രേക്ക് പിടിക്കും, ഉടനെ റിവേഴ്സ് അടിക്കും. ആ സമയത്ത് എന്തൊക്കെയാ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് തന്നെ പറയാൻ പറ്റത്തില്ല. ഈ എല്ലാരും കിടന്ന് വിളയടിച്ചില്ല. കഴിയേറെ സുധനയ്യപ്പ സ്വാമിയെ രക്ഷിക്കണേന്ന് പറഞ്ഞോണ്ട് നമ്മളെ പപ്പു പറഞ്ഞതുപോലെ ആനന്ദചിത്തന അയ്യപ്പ സ്വാമിയേ താമരശ്ശേരി ശരണമയ്യപ്പോ. ഇത് കൊള്ളാം, ഇത് യൂട്യൂബിലുണ്ട്. പിന്നെ രാഗിണിയമ്മയുടെ ദിവ്യ, ദാ ഇവിടെ ആന ചെയ്യുന്നത്. ഇവിടെ ഇവിടെ തീറ്റിക്ക് ഇപ്പൊ ഒന്നുമില്ല, കുഴപ്പമില്ല. ഇനി കൈതച്ച അതല്ലേ നമ്മൾ അവിടെ നിന്നപ്പോ തന്നെ പോലീസിന് അവിടെ കണ്ടിട്ട് മനസ്സിലായില്ല. ആദ്യമേ ഞാൻ പറഞ്ഞല്ലേ അവിടെ ആനയുണ്ട് നമ്മൾ. കൈതയുടെ ഇല ഈ ഓല തിന്നു, കൈതയുടെ ഓല അതിന്നു. ഗജാനനം ഭൂതഗണാതിസേവിതം കവിദ്വജം ഭൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി പാദപങ്കജം. അപ്പൊ അവിടെ ആനയിക്കുന്ന കൈത. ഞാൻ അയ്യോ ഇവർക്ക് എന്തുവാ 50 രൂപ കൊടുക്കേണ്ടി വരില്ലേ? എന്തിന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നപ്പോ ഞങ്ങള് കൊടുത്തു. കൊടുത്തു പോ 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 ഡാഡി ഇങ്ങോട്ട് കൊടുക്കാറുന്നു. വിട്ടോ 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 വിട്ടോ. അല്ല ഞാൻ വരുമ്പോ തിരിച്ചു വരുമ്പോ കൊടുക്കാന്ന് പറഞ്ഞ, പക്ഷെ എന്റെ കയ്യിൽ ചേഞ്ച് ഇല്ലാതായി പോയി. അവരുടെ കയ്യിൽ ഗൂഗിൾ പേ കാണത്തില്ല. അതാ ഞാൻ പറഞ്ഞേ ഒരു ദിവസം മുമ്പേ ഞങ്ങള് നിർത്താഞ്ഞെന്ന് പറഞ്ഞോ. അവന്മാരാരാ? അയ്യോ അങ്ങനെയൊന്നും പറയലേ. ചേട്ടന്മാര് ഐസ്ക്രീം കഴിക്കാൻ പൈസ എടുക്കും. രാണിയമ്മ ഉണ്ണിയപ്പം പൊട്ടിക്കണോ? കവർ പൊട്ടിക്കണോ കഴിക്കാൻ വേണ്ടി? എന്ത് മക്കളെ വെച്ചേ ഏതെങ്കിലും ഒരു കവർ പൊട്ടിച്ചാ. ഞാൻ ഈ വീഡിയോ പിടിക്കണം. മോളെ തിരുവനന്തപുരത്തൊക്കെ ഉള്ളവർക്ക് ഇതൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണ്. നമുക്ക് ഈ രണ്ട് സൈഡ് ഒന്ന് ഫുള്ളായിട്ട് തേക്ക് ഗവൺമെന്റിന്റെ രണ്ട് സൈഡ് വെട്ടിയിട്ടിട്ടുണ്ട്. ലേലത്തിനൊക്കെ വേണ്ടി ചിലപ്പോൾ എടുക്കുന്നുണ്ട്. ഇതല്ലാതെ മറ്റേ അവിടെ ഉണ്ട് പുനലൂര് പോകുന്ന റൂട്ടിൽ പിന്നെ നമ്മുടെ വെളിച്ചന്റെ വീടിന്റെ അവിടെ ഗാർഡൻ പോലെ ആക്കിയിട്ടേക്കോ, ഇരിക്കാൻ ബെഞ്ച് ഫുള്ള് തേക്ക് വലിയ തേക്ക്. ടൂറിസം. ഞങ്ങളവിടെ നിന്ന് മരത്തിൽ കൂടെ പുന്നലയൊക്കെ പോയിട്ടുണ്ട്. ആ മരത്തിൽ കൂടെ അപ്പുറം വനോ ദർശുവിന്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബിരിയാണി ഉണ്ട്, 2 പാക്കറ്റ് ലേസ്, ഒരു ഐസ്ക്രീം, 6 പഴം. ജോഷിയുടെയും കൂടെ അമ്മയ്ക്ക് ബൈക്കിൽ ഇരിക്കാൻ വയ്യായിരുന്നു. 6 പഴം.